ഗൈസ് എല്ലാ സുഹൃത്തുക്കൾക്കും ഹലോ ഇറ്റ്സ് മീ ഷിലോയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് നാട്ടിലെ കടയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യൽ സാധനത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ ഒരു വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടവർക്ക് ആ സ്പെഷ്യൽ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ സാധനത്തിൻ്റെ അൺബോക്സിംഗ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നാട്ടിലെ കടയുടെ സ്വന്തം CFC ചിക്കൻ്റെ റെഗുലർ പാക്കാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് റോൾ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ റെഗുലർ പാക്കാണ്. ഇതിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരു 250 ml ഒരു പെപ്സി, പിന്നെ 4 പീസ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, മയോണൈസ്, സോസ്, ഇതെല്ലാം ഈ ഒരു പാക്കിലുണ്ട്. ഓക്കെ, ബണ്ണും ഉണ്ട്. അപ്പം ഓരോ പെട്ടികളായിട്ടാണ് എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്തു. ആദ്യത്തെ ബോക്സ് ഞാൻ അങ്ങോട്ട് പൊടിച്ചു. അതിൻ്റെ സൈഡിൽ മുഴുവൻ സെലോ ടേപ്പ് വെച്ച് കെട്ടി അടിച്ചേക്കായിരുന്നു. അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം 4 പീസാണല്ലോ, 1 2 3 4 പീസ് ചിക്കൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഒരു പാക്കറ്റിൽ ഇരിക്കുന്നത് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പാക്കേജിങ് ഉണ്ടല്ലോ, ആ ഒരു പാക്കേജിങ്ങിലുണ്ടായിരുന്ന ആ ഒരു പെട്ടി ഞാനങ്ങ് തുറന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3-4 പാക്കറ്റ് കെച്ചപ്പ് ഉണ്ട്. ഓക്കെ, ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇത് ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് കേട്ടോ. നമുക്ക് റബ്ബർ ബാൻഡ് ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണിത്. ഓക്കെ, അപ്പം ഇതെത്ര ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും നമുക്ക് പാത്രത്തിലിട്ടിട്ട് നോക്കാം. ഓക്കെ, അപ്പം തൽക്കാലത്തേക്ക് ഞാൻ തിരിച്ച് കെട്ടി വെക്കുകയാണ്. ഗൈസ്, പിന്നെ ബാക്കിയുള്ള ഈ ഒരു പാക്കേജ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ 2 ബണ്ണുണ്ട്. ഓക്കെ, പിന്നെ ഒരു കുഞ്ഞു കുപ്പിയിൽ മയോണൈസും കൂടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു റെഗുലർ പാക്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 ബണ്ണ് കിട്ടി, ഒരു കുഞ്ഞു കുപ്പിയിൽ മയോണൈസ് കിട്ടി, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി, പിന്നെ 3-4 കുഞ്ഞു പാക്കറ്റിൽ ടൊമാറ്റോ കെച്ചപ്പ് കിട്ടി, പിന്നെ 4 ചിക്കൻ പീസ് കിട്ടി. ഓക്കെ, പിന്നെ ഒരു പെപ്സിയും കൂടെ കിട്ടി, 250 ml പെപ്സിയും കൂടെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിത് തിന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് ജസ്റ്റ് തുറക്കുവാണ്. ഓക്കെ, ഈ ഒരു പീസാണ് ഞാൻ തിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, തിന്നാല്ലേ ഗൈസ്. ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്തായാലും സംഭവം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. എന്തായാലും ആ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്, തിന്ന് നോക്കാം. ഓക്കെ, ഗൈസ്, അപ്പം നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്രെഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു റൊട്ടി ഉണ്ടല്ലോ, റൊട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓൾറെഡി ഞാൻ തിന്നു. ഓക്കെ, ഒരു ചെറിയ പീസ് തിന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോർമൽ ഒരു ബ്രെഡ് തന്നെയാണ് ഗൈസ്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ബാക്കി എന്തൊക്കെയുണ്ടെന്നാണ്. ബാക്കിയുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരു കുപ്പി പെപ്സി അവിടെ ഇരിപ്പുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അതല്ലാതെ പിന്നെ ഇത് ഒരു കുഞ്ഞു ബോട്ടിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് മയോണൈസ് ഉണ്ട്, പിന്നെ 2-3 പാക്കറ്റ് കെച്ചപ്പ് ഉണ്ട്. ഓക്കെ, ഇത് റെഗുലർ പാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മയോണൈസിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ തിന്നാണ് കുറച്ചും കൂടെ നല്ല രസമുണ്ട് ഇതിനാണ്. ഓക്കെ, അപ്പോൾ സോസിൻ്റെ കൂടെ വലിയ രസമൊന്നും എനിക്ക് തോന്നിയില്ല. ഈ ഒരു മയോണൈസിൻ്റെ കൂടെ തിന്നാൻ നല്ല രസമാണ് ഈ ഒരു നമ്മുടെ ഫ്രൈഡ് ചിക്കൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പെപ്സി നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ,
പെപ്സി എന്ന് കുടിക്കാം അല്ലേ. സോ ഗൈസ് ഈ ഒരു CFC ചിക്കൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പാക്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു, ഏതൊക്കെ CFC ചിക്കൻ പാക്കുകളുണ്ടെന്നാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാൻ വാങ്ങിയതെന്ന് പറയുകയാണെങ്കിൽ CFC ചിക്കൻ്റെ റെഗുലർ പാക്കാണ്. ഈ ഒരു പാക്കിൽ 4 പീസ് ചിക്കൻ, പിന്നെ ഒരു പെപ്സി, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, 2 ബണ്ണ്, സോസ്, മയോണൈസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഫാമിലി പാക്കാണ്. ഇതിൽ 8 പീസ് ചിക്കൻ, പെപ്സി, ഫ്രഞ്ച് ഫ്രൈസ്, 4 ബണ്ണ്, സോസ്, മയോണൈസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഏറ്റവും വലിയ പാക്ക് എന്ന് പറയുകയാണെങ്കിൽ CFC പാർട്ടി പാക്കാണ്. ഇതിലാണെങ്കിൽ 16 പീസ് ഫ്രൈഡ് ചിക്കൻ, 8 ബണ്ണ്, ഫ്രഞ്ച് ഫ്രൈസ്, 2 പെപ്സി, സോസ്, മയോണൈസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ. സോ ഗൈസ് ഈ ഒരു നാട്ടിലെ കടയെ അനുകരിച്ചുകൊണ്ട് കുറേ പേര് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. എന്നാൽ അവയിൽ നിന്നുമെല്ലാം നാട്ടിലെ കട വളരെയേറെ വ്യത്യസ്തമാണ്. ഓക്കെ, അതിന് കുറേ കാരണങ്ങളുണ്ട്. എല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിൻ്റാണ് പാക്കിംഗ് ക്വാളിറ്റി. നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് എനിക്ക് സാധനം കിട്ടിയത്. ഓക്കെ, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം പ്രിൻ്റ് അടിച്ച നമ്മുടെ ബക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ KFCയുടെ ബക്കറ്റൊക്കെ പോലത്തെ അങ്ങനത്തെ ബക്കറ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ. സോ ഗൈസ് മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഒരു നാട്ടിലെ കട 4 പീസ് ഫ്രൈഡ് ചിക്കനും 2 ബണ്ണ്, സോസ്, മയോണൈസ്, പെപ്സി ഇതെല്ലാം കൊടുക്കുന്ന പാക്കിൻ്റെ വിലയ്ക്ക് ജസ്റ്റ് ഫ്രൈഡ് ചിക്കൻ മാത്രമായിട്ട് കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. സോ ഗൈസ് അപ്പോൾ ഇവരുടെ ഡെലിവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ കറക്റ്റ് 1 അവറിനുള്ളിൽ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി ചാർജ് എന്ന് പറയുകയാണെങ്കിൽ 29 രൂപയാണ്. അതിനെക്കുറിച്ച് ഡെലിവറി ചാർജിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. ഓക്കെ, കറക്റ്റ് 1 അവറിനുള്ളിൽ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. ചൂടൊന്നും പോയതേ ഇല്ല. കറക്റ്റ് ചൂട്, നല്ല ചൂടോടെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാധനം. ഓക്കെ. സോ ഗൈസ് പിന്നെ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു. ഓക്കെ, ഞാൻ ഉള്ള കാര്യം പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കും. ഓക്കെ, നിങ്ങൾ വാങ്ങിയിട്ട് തിന്ന് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനായിരുന്നു, നല്ല ഫ്ലേവറാണ്. നമ്മുടെ KFC ചിക്കനൊക്കെ ഫ്ലേവർ തന്നെയാണ് ഇതിനുള്ളത്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിരുന്നു. സോ ഗൈസ് ഇവരുടെ ഈ ഒരു CFC ചിക്കൻ്റെ പ്രൈസിങ്, ഓക്കെ, പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവരുടെ, അതായത് ഈ ഒരു CFC ചിക്കൻ്റെ പ്രൈസിങ്ങുകൾ, അതായത് ഓരോ പാക്കുകളുണ്ടല്ലോ, റെഗുലർ പാക്ക്, ഫാമിലി പാക്ക്, പാർട്ടി പാക്ക്, ഇതിൻ്റെ എല്ലാം പ്രൈസിങ്ങും ഇവരുടെ ഒരു കോമ്പറ്റേറ്റർ, ഇവരുടെ ഒരു എതിരാളിയുടെ ഈ സെയിം പാക്കുകളുടെ പ്രൈസുമാണ് നമ്മളിപ്പം ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ടേബിൾ കാണാമല്ലോ. അപ്പം ഇവരുടെ റെഗുലർ പാക്ക്, CFCൻ്റെ റെഗുലർ പാക്ക്, അതിൻ്റെ ഉള്ളിൽ 4 പീസ് ചിക്കനാണുള്ളത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 199. ഓക്കെ, പെപ്സി, ബണ്ണ്, മയോണൈസ്, സോസ് ഇതെല്ലാം ഉൾപ്പെടുന്ന പാക്കാണ് 199. അപ്പം ഇവരുടെ കോമ്പറ്റേറ്ററിൻ്റെ പ്രൈസ്, ഈ സെയിം കോമ്പോണൻസ് എല്ലാം ഉള്ള പെപ്സി, ബണ്ണ് ഇതെല്ലാം ഉള്ള ഇവരുടെ കോമ്പറ്റേറ്ററിൻ്റെ പാക്കിൻ്റെ പ്രൈസാണ് 259 രൂപ. ഓക്കെ, 4 പീസ് ചിക്കനുള്ള പാക്കിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഏകദേശം 150 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 8 പീസുള്ള പാക്കിൻ്റെ പ്രൈസ് നോക്കാം. CFC ചിക്കൻ്റെ 8 പീസുള്ള പാക്ക്, അതായത് ഫാമിലി പാക്ക്. ഓക്കെ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 349 രൂപയാണ്. സെയിം, അതായത് പെപ്സി, ബണ്ണ് ഇതെല്ലാം ഉള്ള പാക്കാണ് കേട്ടോ ഈ 349 രൂപയുടെ CFCൻ്റെ. ആ സെയിം പാക്ക് ഇവരുടെ കോമ്പറ്റേറ്ററിൻ്റെ റേറ്റാണ്. സെയിം പാക്കിൻ്റെ ഇവരുടെ കോമ്പറ്റേറ്റർ കൊടുക്കുന്നതിൻ്റെ റേറ്റാണ് 399 രൂപ. ഓക്കെ, അപ്പം അത് ഏകദേശം 50 രൂപയുടെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവരുടെ CFCൻ്റെ പാർട്ടി പാക്ക്, ഓക്കെ, 16 പീസ് ചിക്കനുള്ള പാർട്ടി പാക്ക്, അതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 678 രൂപയാണ്. പെപ്സി, മയോണൈസ്, ബണ്ണ് ഇതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഈ ഒരു പാക്കിലുണ്ട്. അപ്പം ഇവരുടെ കോമ്പറ്റേറ്റർ ഈ സെയിം പാക്ക് കൊടുക്കുന്നതിൻ്റെ പ്രൈസാണ് 799 രൂപ. ഓക്കെ, ഇതിൽ ഏകദേശം 100 രൂപയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം പ്രൈസിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. സോ ഗൈസ് ഇവരുടേത് ഒരു FSSAI രജിസ്റ്റേർഡ് കമ്പനിയാണ്. FSSAI എന്ന് പറയുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, FSSAI അപ്രൂവ് ചെയ്ത ഒരു സെൽഫ് കിച്ചണിൽ നിന്നാണ് ഇവർ ഈ ഒരു CFC ചിക്കൻ ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ് ഇവരുടെ ഡെലിവറി എന്ന് പറയുകയാണെങ്കിൽ നോ കോൺടാക്ട് ഡെലിവറിയാണ്. ഓക്കെ, അപ്പം പൈസ നിങ്ങൾക്ക് Paytm UPI അല്ലെങ്കിൽ Google Pay ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ പൈസ കൊടുക്കാവുന്നതാണ്. ഓക്കെ,
സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് CFC ചിക്കൻ വാങ്ങാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ, CFC എന്ന് പറയുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്നോട് കുറേ പേര് ചോദിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് CFC ചിക്കൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നാട്ടിലെ കട ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെർച്ച് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് നാട്ടിലെ കട കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങൾ അതിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ സെക്ഷൻ കാണാം. അപ്പം അതിൽ നിങ്ങൾക്ക് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം CFC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് CFC ചിക്കന് അതിലൂടെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ആപ്ലിക്കേഷനിലൂടെ അല്ലാതെ വിളിച്ച് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ ഓഫീസിൻ്റെ നമ്പറും വാട്സപ്പ് നമ്പർ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് കാണുന്ന ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. So once more, thank you team Naattile Kada for sponsoring this video. So thank you for watching this video. This is Shilo signing out from Hello, it's me Shiro. Right now, bye.